ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രണ്ട് ലോകങ്ങളിലും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങളും മനോടും എന്നും നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, മനുഷ്യൻ വല്ലാത്ത ഒരു മാനസിക സ്ഥിതിയിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് നമുക്ക് സംസാരിച്ചിരിക്കാൻ വലിയ സുഖമാണ്, സന്തോഷമാണ്. അതെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ഇന്നെനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ദൈവത്തെ കാണാൻ കഴിയുമോ? ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ, സൈക്കോളജി പഠിക്കാൻ ചെന്നപ്പോൾ എന്നോട് എൻ്റെ അധ്യാപകന്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഞാനൊരു അച്ഛനാണ്, ഒരു അച്ഛൻ കാൻഡിഡേറ്റ് ആണെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, അട്ടെ, ഈ ദൈവത്തെ കാണാൻ കഴിയുമോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? ദൈവത്തെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാണാൻ കഴിയും. അദ്ദേഹം ഒന്ന് കളിയാക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എങ്ങനെ കാണാൻ കഴിയും? ദൈവത്തെ കണ്ടതായിട്ട് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങൾക്കെങ്ങനെ? നിങ്ങൾ എന്നെ കാണിച്ചു തരാമോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കാണാൻ കഴിയുന്നൊരു വസ്തു നമുക്ക് സ്പർശിക്കാൻ കഴിയണം, നമുക്ക് കാണാനും അത് പിടിക്കാനും കഴിയണം. അദ്ദേഹം പറഞ്ഞതെങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി ടച്ചബിൾ. അത് ടച്ചബിൾ, നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയണം. ഇറ്റ് ഷുഡ് ബി വിസിബിൾ, കാണാൻ പറ്റണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചു തരണം എന്നായി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. ഞാൻ പറഞ്ഞു, കാണാം, നമുക്ക് ദൈവത്തെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വർഷങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ തന്നിരിക്കും എന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ടീച്ചർ, യു ടേക്ക് എ കപ്പ് ഓഫ് മിൽക്ക്. എനിക്ക് എവിടെ നിന്ന് കിട്ടിയതിൻ്റെ ഉത്തരവൊന്നും എനിക്കറിയില്ല. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഒരു ഗ്ലാസ് പാലെടുത്ത് വച്ചാൽ ആ പാലിൽ നോക്കിയാൽ ദൈവത്തെ, അല്ലെങ്കിൽ ആ പാലിൽ വെണ്ണയുണ്ട്, നെയ്യുണ്ട്, അത് മോരാക്കാം. പാലിന് രൂപമാറ്റം വരുമ്പോൾ ഈ 3 കാര്യങ്ങളായിട്ട് തന്നെ മാറ്റിയെടുക്കാം. മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ഈ പാല് നേരെ വെച്ചാൽ, ഒരു ഗ്ലാസ് പാലെടുത്താൽ അതിൽ ഈ പാലിലെ നെയ്യും വെണ്ണയും മോരുമൊക്കെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അല്ല, കാണാൻ പറ്റില്ല. പിന്നെ അതെപ്പോഴാ? അതിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ പോയി കഴിയുമ്പോൾ കാണാൻ പറ്റും. യു ആർ കറക്റ്റ് ടീച്ചർ. എനിക്കും അതേ ടീച്ചറോട് പറയാനുള്ളൂ. നമ്മൾ മനുഷ്യർ അത് ഒരു പ്രത്യേക പ്രോസസ്സിങ്ങിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. അത് ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ടീച്ചർ ഒന്ന് ആലോചിച്ചു. ഓക്കെ, യു കം ടുമാറോ എന്നോട് പറഞ്ഞു, നാളെ നിങ്ങൾ വാ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ടീച്ചർ എൻ്റെ ഫോൺ നമ്പർ എടുത്തിരുന്നു. ടീച്ചർ എന്നെ വിളിച്ചു, യു പ്ലീസ് ഡു കം. ഞാൻ പറഞ്ഞു, ടീച്ചർ, ഐ വിൽ ബി ദർ. ടൈമിന് ഞാനിവിടെ എത്തി. ടീച്ചർ പറഞ്ഞു, യു ആർ അഡ്മിറ്റഡ്. എനിക്ക് അറിയില്ല, അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള മുഖാമുഖ സംസർഗമാണല്ലോ പ്രാർത്ഥന. അങ്ങനെ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയണം. പലപ്പോഴും പലർക്കും ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. ആ പ്രോസസ്സിങ്ങിലൂടെ അത് നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പ്രാർത്ഥന അധരജൽപ്പനമായിട്ട്, ഒരു കടമ തീർക്കലായിട്ട് കഴിച്ചു വിടുന്ന പലരുമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ മുഖഭാവവും അവരുടെ ശ്രദ്ധയും അവരുടെ സംസാര ശൈലിയുമൊക്കെ നിങ്ങളെ സ്വാധീനിക്കും, അഥവാ നിങ്ങൾ ശ്രദ്ധിക്കും. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പകരുമ്പോൾ അത് കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും, ശ്രദ്ധിക്കാൻ കഴിയും. ആ ദൈവം നിന്റെ വികാരങ്ങളെ വ്യക്തമായി വിശകലനം ചെയ്യും. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ
ഇത് സാധാരണ നമ്മുടെ മനുഷ്യർക്കൊക്കെ ഇത് അസാധ്യമാകാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യമാകാം. ഈ അച്ഛൻ എന്ത് മഠയത്തറായി പറയണത്, എങ്ങനെയാണ് ദൈവത്തിന് ഇങ്ങനെ കാണാൻ? ആ ടീച്ചർ ചോദിച്ച പോലെ ഒരു ഖരവസ്തുവാണെങ്കിൽ നമുക്കതിനെ കാണാം, പിടിക്കാം, തൊടാം. അങ്ങനെയുള്ളൊരു സംഭവമാണോ ദൈവം? ടീച്ചർ അന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. ഇറ്റ് ഷുഡ് ബി എ കോൺക്രീറ്റ് തിങ്. ഒരു അബ്സ്ട്രാക്റ്റ് അല്ല, ഒരു കോൺക്രീറ്റ് തിങ് ആയിരിക്കണം എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പാലിൽ മോരും തൈരും നെയ്യൊക്കെ വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കത് സാധ്യമല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുക, നമുക്ക് കാണാം കർത്താവിനെ ഏറ്റവും സ്നേഹിച്ച, കർത്താവ് ഏറ്റവും കരുതി പാപക്ഷമ കൊടുത്ത ഒരു സ്ത്രീയുണ്ട്. ഉയർത്തെഴുന്നേറ്റ്, അതായത് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ കർത്താവായ യേശു മിശിഹാ കണ്ണു തുറന്നപ്പോൾ മുതൽ കാൽവരിയിൽ ഹൃദയം പിളർന്ന്, കരൾ പിളർന്ന്, കണ്ണടച്ചത് വരെ സുഖമല്ല അനുഭവിച്ചത്, വേദനകളാണ് അനുഭവിച്ചത്. ഒഴിവാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളുമാണ്, ചതിയും വഞ്ചനയുമാണ് കർത്താവ് അനുഭവിച്ചു വന്നത്. ആ കർത്താവ് ഇന്ന് നമ്മളിങ്ങനെ ഏതെങ്കിലും വേദനയിലോ പ്രയാസത്തിലായിരിക്കുമ്പോൾ നമ്മളെ നേരിൽ കാണുകയും ആ പ്രയാസത്തിന് പ്രതിവിധി ഉണ്ടാക്കി തരികയും ചെയ്യുന്നു. ആ ദൈവത്തെ നമുക്ക് മുഖാമുഖം കാണാം. അങ്ങനെ പ്രയാസത്തിലായിരുന്ന ഒരു മറിയയുണ്ട്. അങ്ങനെ കർത്താവായ യേശു മിശിഹാ കാലിത്തൊഴുത്തിൽ ജനിച്ച് അവിടുന്ന് വളർന്ന് താൻ കാൽവരിയിൽ കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു മിശിഹായെ ആദ്യം കണ്ടയാളാണ് മഗ്ദലനക്കാരി മറിയം. അവൾ ദൈവത്തെ കണ്ടു. പക്ഷേ ദൈവം അഭിമുഖമായി നിന്നത് അവളും തിരിച്ചറിഞ്ഞില്ല. ദൈവത്തെ കാണാൻ കഴിയുമോ? അതാണ് എൻ്റെ ചിന്ത. നോക്കൂ, അടിക്കടി കഷ്ടതയും സഹനവും പ്രയാസവും വരുമ്പോൾ നമ്മൾ വിലപിക്കാറില്ലേ? ദൈവമേ, നീ എവിടെ? എന്തേ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത്? ഇതുപോലെ ഇത്രയും ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ നോമ്പെടുത്തിട്ട്, ഞാൻ പള്ളിയിൽ പോയിട്ട് അനുഷ്ഠാനങ്ങൾ നടത്തിയിട്ട് എന്തേ നീ എന്നെ സഹായിക്കാത്തത്? ദൈവത്തെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിക്കുന്ന അനുഭവമാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെയൊക്കെ നമ്മൾ ചോദിക്കുകയാണ്, ദൈവമേ നീ എവിടെ? മാറത്തടിച്ച് ദൈവമേ നീ എവിടെ എന്ന് ചോദിക്കുന്നു. ദൈവം നമ്മെ കാണുന്നുണ്ട്. മഗ്ദലനക്കാരി മറിയം, അവൾ കല്ലറയ്ക്കൽ ചെന്ന് നിൽക്കുകയാണ് കർത്താവിനെ കാണാൻ. കർത്താവിൻ്റെ ശരീരം അവിടെ കാണുന്നില്ല. അപ്പോഴാണ് അവൾ അന്വേഷിക്കുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെയുള്ള സങ്കടം. മഗ്ദലനക്കാരി മറിയം വളരെ സങ്കടത്തോടു കൂടിയാണ്, നീ അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെയാണെന്നൊന്ന് പറ, ദൈവത്തെ കാണാൻ. നോക്കൂ, സങ്കീർത്തനം 10:14 നമ്മൾ കാണുന്നുണ്ട്. ദൈവമേ, എൻ്റെ വേദന നീ കാണുന്നുണ്ട്, നീ അത് കണ്ടിരിക്കുന്നു. അഗതികൾ തന്നെ നിങ്കലേൽപ്പിക്കുന്നു, നിസ്സാരന്മാർ നിസ്സഹായർ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അങ്ങ് സഹായിയാകുന്നു. ഇങ്ങനെ അനാഥയായി, അവശയായി, അവഗണിക്കപ്പെട്ടവളായി വന്നവളാണ് ഈ മഗ്ദലനക്കാരി മറിയം. അവൾ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു വന്നു. പക്ഷേ അവൾക്ക് അതിന് സാധിച്ചില്ല. അവൾ കല്ലറയ്ക്കൽ നിന്ന്, കർത്താവിനെ അടക്കം ചെയ്തിരുന്ന കല്ലറയ്ക്കൽ നിന്ന് കരയുകയാണ്. അപ്പോൾ അവൾ ഒരു ദൂതനുമായിട്ട് സംസാരിക്കുകയാണ്. മാലാഖയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മറിയാം ആരോ നിൽക്കുന്നതായി തോന്നിയിട്ട് ആരെന്ന് മനസ്സിലാകാതെ, തിരിച്ചറിയാതെ, സൂക്ഷ്മമായിട്ട് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അവൾ തിരിഞ്ഞു നോക്കുകയാണ്. ഗുരു, നീ അവനെ എടുത്തുകൊണ്ടുവെങ്കിൽ എവിടാന്ന് പറ.
കല്ലറയിലേക്ക് നോക്കിയപ്പോൾ കർത്താവിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തപ്പോഴുള്ള ശീലകൾ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ തിരുശരീരോടെ കാണുന്നില്ല. അതുകൊണ്ട് ഇവൾ പറയുകയാണ്, അടുത്ത് നിൽക്കുന്നയാളെ എടുത്തുകൊണ്ടുപോയി മാറ്റിക്കളഞ്ഞു ആ ശരീരം എന്നുള്ളതാണ് മറിയം മനസ്സിലാക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ കർത്താവ് യേശു മിശിഹ അവളോട് പറയുകയാണ്, മറിയം. അവളുടെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴാണ് മറിയത്തിൻ്റെ കണ്ണു തുറക്കുന്നത്. അപ്പോഴാണ് മറിയം ദൈവത്തെ മുഖാമുഖം കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തെ കാണാനുള്ള വലിയ വാഞ്ച നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞ് നമ്മെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ആശ്ലേഷിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു മിശിഹ. നമ്മുടെ പ്രയാസം എന്തായിരുന്നാലും, നമ്മൾ അവഗണിക്കപ്പെട്ടവരായിരുന്നാലും, വേദനയിലൂടെയും ഞെരുക്കത്തിലൂടെയും കടന്നു പോയവരാണെങ്കിലും അവിടെയെല്ലാം കർത്താവ് നമ്മെ രക്ഷിച്ചു. ആ ദൈവത്തെ ഒന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കർത്താവ് നിൽക്കുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ കർത്താവായ യേശു മിശിഹ പേര് പറഞ്ഞ് വിളിച്ച് നമ്മെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കും. നോക്കൂ, ഈ കാലഘട്ടത്തിൽ വലിയ സുവിശേഷ പ്രസംഗകൻ, സമർപ്പിതനായ ഒരു സുവിശേഷ പ്രസംഗകനാണ് സാധു സുന്ദർ സിംഗ്. ടിബറ്റിൽ ഒരു പൊട്ടക്കിണറിൽ സാധു സുന്ദർ സിംഗിനെ തള്ളിയിട്ടു. എന്താ കാരണം? സുവിശേഷം പ്രസംഗിച്ചതിന്, കർത്താവായ യേശു മിശിഹായെ പ്രസംഗിച്ചതിന്, കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചതിന് അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. 3 ദിവസം ആ പൊട്ടക്കിണറ്റിൽ സാധു സുന്ദർ സിംഗ് കിടന്നു. 3-ാം ദിവസം ഒരു കയറ് തൂക്കിയിട്ട് പറഞ്ഞു, പിടിച്ചു കയറുക. സാധു സുന്ദർ സിംഗ് രക്ഷപ്പെട്ടു വന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വചനത്തെ പ്രതി, കർത്താവിനെ പ്രതി, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ആഗ്രഹിച്ച് കഷ്ടതയും പ്രയാസവും സഹിക്കുന്നെങ്കിൽ അവിടുന്ന് എല്ലാം നമുക്ക് മോചനമുണ്ട്. ദൈവം നമ്മുടെ കഷ്ടതകൾ കാണുന്നില്ല എന്നോ നമ്മളെ ഒഴിവാക്കുന്നുവെന്നോ ഒരുത്തനും വിചാരിക്കരുത്. സ്നേഹത്തോടെ, നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ, നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് ഒന്ന് കാണാൻ വല്ലാത്തൊരു കൊതി തോന്നും. കണ്ടില്ലെങ്കിൽ ഒരു വിഷമം തോന്നും. ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വരുന്നതൊക്കെ അവനല്ലേ എന്നൊരു വിചാരം ഉണ്ടാകും. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാമുകന്മാരുടെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ മാതാപിതാക്കളെ പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾ, അവർക്കൊക്കെ ആളൊന്ന് കണ്ടെങ്കിക്കൊള്ളായിരുന്നു, ഒന്ന് കാണാൻ ഒരാഗ്രഹം, ദേ വരുന്നു എന്നുള്ള ചിന്ത. അതെ, അതുപോലൊരു വാഞ്ച ദൈവത്തെ കാണാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് ദൈവം നമുക്ക് സമീപസ്ഥനായി ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വേദന എന്തായിരുന്നാലും, ഞെരുക്കം എന്തായിരുന്നാലും ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കാൻ ഒരുക്കമുള്ള ദൈവം നമ്മെ രക്ഷിക്കുന്നു. ആ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയും. തീർന്നില്ല. വേദപുസ്തകം പരിശോധിച്ച് നമുക്ക് കാണാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 38 വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ദാനിയേൽ ഇതുപോലെ വല്ലാത്ത ഒരു കുഴിയിൽ, ഒരു സിംഹക്കുഴിയിൽ അകപ്പെട്ടപ്പോൾ ഹബക്കൂക്ക് പ്രവാചകനെ അയച്ച്, ഇത് പാടത്ത് കഞ്ഞി കൊണ്ടുപോകുന്ന, പാടത്ത് ജോലിക്കാർക്ക്, കൊയ്ത്തുകാർക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ഹബക്കൂക്ക് പ്രവാചകനെ ദൈവത്തിൻ്റെ ദൂതൻ തലമുടിക്കുത്തിന് പിടിച്ച് വായുവേഗത്തിൽ ദാനിയേൽ കിടക്കുന്ന കുഴിയിലേക്ക് എത്തിക്കുകയാണ്. അവന് ഭക്ഷണം കൊടുക്കാൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വേദനയിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും നിസ്സഹായതയിലുമായിരിക്കുന്ന ഓരോരുത്തരെയും കരുതി സംരക്ഷിക്കുന്ന ജീവനുള്ള ദൈവം, ലോകപ്രകാരം മരിച്ചുവെന്ന് വിധി എഴുതിയവനെ ജീവിപ്പിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. അതിന് വ്യക്തമായ തെളിവാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ. ദൈവം ജീവനെ തിരിച്ചു തന്ന് ഇന്ന് ഈ നിലയിലാക്കി നിർത്തിയിരിക്കുകയാണ്.
അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം സംരക്ഷിക്കുന്നവനാണ്, കരുതുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ്. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാമഗ്രികളൊന്നും കാണുകയില്ല. നമ്മുടെ ചിന്തയിൽ അതിനുള്ള സാധ്യതകളും കണ്ടെന്നു വരില്ല. പക്ഷേ വലിയവനും ശക്തനും ബലവാനുമായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കാൻ എങ്ങനെയുള്ളവരെ? തന്നെ അന്വേഷിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ കാണാനും അഭിമുഖമായി നിൽക്കാനും ആഗ്രഹിക്കുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. തീർന്നില്ല. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ കാരണം ഈ ദൈവത്തെ കാണാൻ പറ്റാതെ പോകുന്നു. ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളിലൂടെ അതെല്ലാം ദൈവം നമുക്ക് അഭിമുഖമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് കാണാനും തിരിച്ചറിയാനും കഴിയുന്നില്ല. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാം, ഒരു ബിലയാമിൻ്റെ അഥവാ ഒരു ബാലാമിൻ്റെ ഒരു കഥ, ഒരനുഭവം നമുക്കവിടെ കാണാം. ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്ന്, ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന്, ദൈവശുശ്രൂഷയിലായിരുന്നവനാണ് ബിലയാം അഥവാ ബാലാം. അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടാതെ, ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒരു ജാതിയെ ഇല്ലാതാക്കാൻ, ശപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ദൈവം അവന് അഭിമുഖമായി നിന്നു. അവൻ തിരിച്ചറിഞ്ഞില്ല. അവൻ കഴുതയ്ക്ക് കോപ്പ് കെട്ടി രാവിലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പോയി ആദ്യം ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ നിൽക്കുന്നത് കഴുത കണ്ടിട്ട് കഴുത വയലിലേക്ക് തിരിയുകയാണ്. അവന് ദൈവദൂതനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ കഴുതയെ അടിച്ചു. തിരിച്ചു കയറി കഴുത. വീണ്ടും കഴുത മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു സ്ഥലത്ത് വെച്ച്, ഒരു 2 വശവും മതിലുള്ള സ്ഥലത്ത് വെച്ച് ബിലയാമിൻ്റെ കാല് മതിലിനോട് ചേർത്ത് വെച്ച് ഞെരുക്കി വേദനിപ്പിച്ചു. അപ്പോഴും ബിലയാം കഴുതയെ ആഞ്ഞടിച്ചു. കഴുത ഒന്നും മിണ്ടിയില്ല. ബിലയാമിനെ വഹിച്ചുകൊണ്ട് അടുത്ത മാർഗത്തിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇടുങ്ങിയ വഴിയിൽ, മാറാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള സ്ഥലത്ത് കഴുത ദൈവദൂതനെ കണ്ടപ്പോൾ അവിടെ വീണു. അപ്പോഴും ബിലയാം കഴുതയെ അടിച്ചപ്പോൾ കഴുത സംസാരിച്ചു. അപ്പോഴാണ് കഴുത സംസാരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. ദൈവം നമുക്ക് അഭിമുഖമായി നിൽക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ, നാം ആയിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ വലിയ, നമ്മുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ നിരക്കാത്ത വിധത്തിൽ പല അനുഭവങ്ങളും നമുക്കുണ്ടായേക്കാം. അത് ദൈവം പ്രവർത്തിക്കുന്നതാണ് തിരിച്ചറിയണം. അപ്പോഴാണ് അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. കഴുത ചോദിച്ചു, ഞാൻ നിന്നെ ഇത്രയും നാൾ പോറ്റിയില്ല, എന്തെങ്കിലും നിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? നീ എന്തിനെന്നെ തല്ലി? അവിടെ ആ വചനം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ ബിലയാം കർത്താവിൻ്റെ ദൂതനെ കണ്ടു. കഴുത സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ബിലയാം ദൈവത്തെ കണ്ടത്. ബിലയാം ദൈവവുമായിട്ട് സംസാരിച്ചു, ദൈവത്തെ കണ്ടു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ നിൽക്കുന്നത് ബിലയാം തിരിച്ചറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ, ദൈവത്തെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, കണ്ണടഞ്ഞു പോകാതെ, കണ്ണ് മറഞ്ഞു പോകാതെ ദൈവോന്മുഖമായിട്ട് ചിന്തകളെ ഏകീകരിക്കുമ്പോൾ തീർച്ചയായും പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ കഴിയും. മഗ്ദലനക്കാരി മറിയം പൂർണ്ണമായി സകലതും മറന്ന് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ശാരീരിക സാന്നിധ്യത്തിനായി, ശരീരത്തിനായി ആഗ്രഹിച്ച് കല്ലറയ്ക്കൽ നിന്നു. അപ്പോഴാണ് മറിയയ്ക്ക് കർത്താവ് അഭിമുഖമായി നിന്നത്. ആ സ്നേഹമാണ് അവൾക്ക് യേശുവിനെ കാണാനും, ആദ്യമായി തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ലോകത്ത് ആദ്യമായി കണ്ടത് ഈ മറിയമാണ്. അവൾക്ക് ആ സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് സാധ്യമായത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസ്നേഹം നമുക്കാകുമ്പോഴാണ് അങ്ങനെ സാധ്യമായിത്തീരുന്നത്. ഒരാളെ അച്ഛനാക്കി വെക്കുന്നതിനാണ്, അച്ഛനാകുന്നതിനാണ്. അത് പള്ളി പണിയാനും കെട്ടിടങ്ങൾ പണിയാനുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലായിത്തീർന്ന് ആ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടാനാണ്.
ആത്മാക്കളെ പണിയാനാണ് ഒരാളെ കർത്തൃ ആക്കി വെക്കുന്നത്. ഒരാൾ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് തന്നെ ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാൻ, ആ വലിയ സ്നേഹം നമ്മിലേക്കായിത്തീരാൻ, നമ്മൾ ദൈവത്തെ കൂടുതലായി സ്നേഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് പോകും. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമഭാഗത്ത് നമുക്കറിയാം, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ കൂടെ നടന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. കർത്താവ് അവരുടെ കൂടെ നടന്നത് എപ്പോഴാണ്? അവർ കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് മൂന്നാമതൊരുത്തൻ അവരുടെ യാത്രയിൽ അവരോട് കൂടെ ആയിരുന്നത്. എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച കർത്താവ് കൂടെ, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കർത്താവായ യേശു മിശിഹായുടെ ശരീരത്തിൻ്റെ മുറിവുകളെ നമ്മൾ കാണുമ്പോൾ, മനസ്സിൽ വിഭാവനം ചെയ്യുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രത്യേക ഒരു ചലനമുണ്ടാകും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവ നമുക്ക് തുറക്കപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കപ്പെടും. ദൈവമേ, അങ്ങ് ഇതുപോലെ കീറിമുറിക്കപ്പെട്ടത് എനിക്കും കൂടി വേണ്ടിയാണല്ലോ എന്നുള്ള വിചാരമാണ് ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനം. ആ സ്നേഹത്തിൻ്റെ വലിയ തുറവിയാണ് തൻ്റെ കരൾ പിളർന്ന് രക്തവും വെള്ളവും പ്രവഹിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അത് മറ്റാർക്കും വേണ്ടിയല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ പീഡയാൽ നമ്മുടെ പീഡകളെല്ലാം തീർന്നുപോയി. ആ ഞെരുക്കത്താൽ, ആ വേദനയാൽ, ആ കഷ്ടതയാൽ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോയി. ആ സ്നേഹത്തിലായിത്തീരുമ്പോൾ ഈ ലോകത്തുള്ള ജീവിത കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് കണ്ണുകളെ അടച്ച് തലകളെ മുടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, കരുണയുള്ളവരായ കർത്താവേ, അങ്ങയുടെ ഏകജാതൻ യേശു മിശിഹായുടെ വലിയ നാമത്തിൽ അഭയപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപമുഖാന്തരം അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലിയ ദിവ്യമായ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കർത്താവായ യേശു മിശിഹായുടെ സ്നേഹത്തെ പ്രതി എല്ലാ പൈശാചിക പീഡകളെയും ബന്ധനങ്ങളെയും രോഗങ്ങളെയും വ്യാധികളെയും നീക്കണമേ. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളിലൂടെ അനുദിനം ഞങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്നല്ലോ. ഞങ്ങളങ്ങയെ കാണാതെ തിരിച്ചറിയാതെ പോകുന്നു. ഞങ്ങളുടെ ബോധങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ലോകത്തിലുള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാകുന്ന യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കണമേ. തിന്മകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, വിരുദ്ധതകളിൽ നിന്നെല്ലാം സംരക്ഷണം നൽകി നല്ല വെളിച്ചത്തിൻ്റെ പാതയിലേക്ക്, അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കണമേ. അങ്ങിപ്പോൾ അനുഗ്രഹിക്കുന്നതിനാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനാണ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ആയിരമായിട്ട് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് നന്ദി. തമ്പുരാനെ, അങ്ങയെ പ്രസവിച്ച പരിശുദ്ധ മാതാവും വിശുദ്ധന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവാ ദൈവമേ, പുത്രൻ തമ്പുരാനെ, പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മ എന്നും ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.